Digital evidence is there forever. മനുഷ്യന്റെ തലച്ചോറ് യുഗങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തത് കേവലം 32 കൊല്ലം കൊണ്ടാണ് സൈബർ ലോകത്ത് സാധിച്ചിരിക്കുന്നത്. ഇനി ആരെയും കൊല്ലാനായിട്ട് നിങ്ങൾക്ക് കത്തിയെടുത്ത് കുത്തി കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. സൈബർ മേർഡേഴ്സ് പോസിബിൾ ആണ് ഇപ്പോൾ. നമ്മൾ ഇതുവരെ അന്വേഷിച്ച അന്വേഷണ രീതികൾ മതിയാവില്ല ഇതിന്, സൈബർ കുറ്റകൃത്യങ്ങൾക്ക്. ഇനി 2030 ആകുമ്പോഴത്തേക്കും ഡ്രൈവർലെസ് കാർസ് വരുമെന്നാണ് പറയപ്പെടുന്നത്. ഈ കാർ അപകടപ്പെടുത്താനായിട്ട് ആ കാറിൻ്റെ മാനുഫാക്ചറുടെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്ത് ഞാൻ കയറി എനിക്ക് ചെയ്യാം. പിന്നെ വേറെ നല്ല തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചില ഏജൻസീസിന് കൊണ്ടുപോയി പരാതി കൊടുക്കുക നമ്മളെക്കുറിച്ച്. ഉദാഹരണത്തിന് എനിക്കെതിരെ ഒരാൾ പരാതി കൊടുത്തതാണ്. UPSCക്ക് കൊണ്ട് പരാതി കൊടുത്തു, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ. കേരളത്തിൽ PSC ഉള്ളതുപോലെ കേന്ദ്ര സർക്കാർ UPSCക്ക് റിക്രൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളുമായിട്ട് യാതൊരു ബന്ധവും പിന്നെ ഇല്ല. അവിടെ കൊണ്ട് പരാതി കൊടുത്തിട്ട് അപ്പോൾ അവരെന്ത് ചെയ്യും? ഇപ്പം ഞാനിപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പരാതി വരികയാണ്, മേഘയ്ക്ക് ഒരുപാട് സ്വത്തുണ്ട്, അവിഹിത സ്വത്ത്, അതിന് ഇൻകം ടാക്സ് കൊടുക്കാതിരിക്കുന്ന മേഘയുടെ പേരിൽ നടപടി എടുക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചോ. എനിക്കതിന് അധികാരമില്ല. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് എനിക്ക് പവേഴ്സ് ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? റെഫർ ചെയ്യും. ആർക്ക്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഇവിടുത്തെ ചീഫ് കമ്മീഷണർ ഇൻകം ടാക്സിന് ഞാൻ കൊടുക്കും, ഇതെങ്ങനെ ഒരു പരാതി ഇവിടെ വന്നിട്ടുണ്ട്, ഉചിതമായ നടപടി സ്വീകരിക്കുക. ഇത് പിന്നെന്താ കണക്കെന്നറിയാം? മേഘയുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ പോലീസിൻ്റെ ഉത്തരവ്. മനസ്സിലായില്ലേ? നെസസറി ആക്ഷൻ എന്ന് പറയുന്ന ഈ ലോകത്തെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റെല്ലാ സ്ഥാപനങ്ങളിലേക്കും പോകുന്ന സാമാന്യമായൊരു എഴുത്താണ്. ഇപ്പോൾ UPSCക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് UPSC എന്ത് ചെയ്തു? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് അയച്ചു. ഞാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്. ഇനി അതിനേക്കാളും വലിയ തമാശ, ഞാനിപ്പോൾ കേരള പോലീസിനകത്താണ് ജോലി ചെയ്യുന്നത്. പോലീസിങ് ഇസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ്. അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു ഏജൻസിക്കും ഒരു അധികാരമില്ല. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് എൻ്റെ പേരിൽ ഞാൻ ഇവിടെ ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ച്, ഇപ്പം ഞാൻ ഓൾ ഇന്ത്യ സർവീസിൽ പോയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത് മനസ്സിലായി, അല്ലെങ്കിൽ വലിയൊരു കറപ്ഷൻ നടത്തി എന്നുള്ള സാധനമാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. CBIക്ക് വേണമെങ്കിൽ മറ്റന്വേഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് വെറുതെ കൊണ്ടുവന്നിട്ട് സ്റ്റേറ്റ് സബ്ജക്റ്റിൽ ഉള്ളൊരു കാര്യത്തിന് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഒരു പരാതി കൊടുക്കുക. അവരെന്ത് ചെയ്യും? വീണ്ടും നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് അയക്കും നെസസറി ആക്ഷൻ. ശ്രീജിത്തിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. എന്തൊരു തമാശയാണെന്നറിയോ? ഇതാ ഞാൻ പറഞ്ഞ നിയമത്തിൻ്റെ വക്രീകരണം എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപടിയെടുക്കാൻ പറഞ്ഞൊരു ഉദ്യോഗസ്ഥരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വേറെ തമാശ എന്തായിരിക്കും? ഈ ഇവിടുത്തെ ചർവിത കർമ്മണം പോലെ ഇവിടുത്തെ നമ്മുടെ സംസ്ഥാന സർക്കാരിൽ ഈ പരാതി മുമ്പ് വന്ന് അവരന്വേഷിച്ച് ഇതിനകത്ത് കഴമ്പില്ല എന്ന് അവരും കോടതികളും തീരുമാനിച്ച കാര്യമായിരിക്കും. അപ്പോൾ പിന്നെ അടുത്ത് പറയും, ശ്രീജിത്തിന് അനന്തമായ സ്വാധീന ശക്തി, കോടതികൾ, ഹൈക്കോടതി, വിജിലൻസ് കോടതി, സർക്കാർ, മുഖ്യമന്ത്രിമാർ, ആഭ്യന്തരമന്ത്രിമാർ, എല്ലാവരെയും ഞാൻ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഉദ്യോഗസ്ഥർ മൊറാല് നശിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളെ ഈ സമൂഹത്തിൻ്റെ പുഴുക്കുത്തുകളായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതും ഒരു തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെ മുൾമുനയിൽ നിർത്തി അവരെ പണിയെടുപ്പിക്കണം എന്നുള്ള എൻ്റെ ബാധ്യത അവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. നല്ലതാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതെ. ഇപ്പോൾ സാർ സൈബർ ക്രൈമിൻ്റെ DGP ആയിട്ടാണ് ചുമതല വഹിക്കുന്നത്. ഈ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകൾ, നേരിട്ട് ഉള്ള കേസുകളെക്കാളും കുറച്ചുകൂടെ സങ്കീർണമാണോ ഈ സൈബർ ക്രൈം എന്ന് പറയുന്നത്? നമ്മൾ സങ്കീർണം എന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ അന്വേഷിച്ച അന്വേഷണ രീതികൾ മതിയാവില്ല ഇതിന്, സൈബർ കുറ്റകൃത്യങ്ങൾക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കൊലപാതക കേസ് അന്വേഷിക്കുകയാണെന്നിരിക്കട്ടെ. കൊലപാതകം നടന്നതിനൊരു സീൻ ഓഫ് ക്രൈം ഉണ്ടാവും.
ഒരു ടൈം ഓഫ് ഒക്കറൻസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എന്നെ ഇവിടെ ഇപ്പോൾ കുത്തി കൊന്നിട്ടെന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ സീൻ ഓഫ് ക്രൈം. ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8:55 ഏതെങ്കിലും ഒരു സമയം, നമ്മളിപ്പോൾ നടക്കുന്ന സമയം. ഇതിനെക്കുറിച്ചൊന്നും സംശയങ്ങളില്ല. സാക്ഷികൾ ആരാന്ന് വെച്ചാൽ മേഘ, രോഹിത്, അല്ല ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരെല്ലാവരും. ഇത്രയും ആൾക്കാർ സാക്ഷികളായിട്ടുള്ളൊരു സാധനത്തിന് കാലക്രമത്തിൽ ക്ഷയം സംഭവിക്കുന്നുള്ളതാണ് നമ്മുടെ നോർമൽ ക്രൈമിൻ്റെ പ്രത്യേകത. ഇപ്പം ഇന്നിപ്പോൾ ഇവിടെ ഒരു ക്രൈം നടന്നു, ഒരു 5 വർഷം കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്രൈമിൻ്റെ ഒരു ലാഞ്ചനയും നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ നോർമൽ ക്രൈം അന്വേഷണത്തിന് പോലീസ് അവലംബിക്കുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ സീൻ മഹസർ എഴുതും. പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ ബന്ദോബസ്തിലെടുക്കും. ഇതെല്ലാം തൊണ്ടി മുതലായി സൂക്ഷിക്കും. ഇത് കേസിൻ്റെ വിചാരണ വേളയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇതിന് ഉപോദ്ബലകമായി ഉള്ള ഈ പ്രക്രിയകളെല്ലാം നമ്മളൊരു സൈബർ ക്രൈമിലേക്ക് ഒന്ന് പറിച്ചു നട്ട് നോക്കാം. ഇപ്പോൾ ഒരു സൈബർ ക്രൈമിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. ഇപ്പോൾ ഓക്സ്ഫോർഡ് ലൈബ്രറിയിൽ ഡിജിറ്റൽ ലൈബ്രറിയിൽ ഇരിക്കുന്ന കുറേ ഡേറ്റ ഞാൻ മോഷ്ടിക്കുകയാണ്. ഇവിടെ ഇരുന്നാണ് മോഷ്ടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം 9 മണിയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ ഇപ്പോഴത്തെ സമയം ഒരു 4 മണിക്കൂർ പുറകിലായിരിക്കും. എന്നാൽ വൈകിട്ട് 5 മണിയായിരിക്കും. അപ്പോൾ ടൈം ഓഫ് ഒക്കറൻസ് 9 മണിയാണോ 5 മണിയാണോ? 9 മണി അല്ല 5 മണി. അതെങ്ങനെ? അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ഈ കുറ്റകൃത്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 9 മണിയാണ്. പക്ഷേ ഓക്സ്ഫോർഡ് ലൈബ്രറിയിൽ ഇപ്പോൾ 5 മണിയാണ് സമയം, വൈകുന്നേരം. ടൈം ഓഫ് ഒക്കറൻസ് ഞാൻ ഏതിടണം? കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യയിലായതുകൊണ്ട് 9 മണിയിടും. കേസ് രജിസ്റ്റർ ചെയ്യുന്ന അവിടെ ആയിക്കൂടെ? എന്നാൽ അവിടെ 5 മണിയിടും. അവിടെ 5 മണിയിടും. എന്നാൽ ഈ കുറ്റകൃത്യം നടന്നത് ചിലപ്പം വൈകുന്നേരം 7 മണിക്കായിരിക്കും. എന്താ കാരണം എന്നറിയോ? ഇത് എവിടെ വെച്ചാണ് നടത്തുന്നത് എന്നുള്ളത് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ അനുസരിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ക്രൈം, അതായത് ഈ ലംഘനം എന്ന് പറയുന്നത്, ഞാൻ ഇവരുടെ സെക്യൂരിറ്റി സിസ്റ്റംസ് കുറേ ഉണ്ടാവും. അതിനെ ഞാൻ സൈബർ മേഖലയിൽ ഞാൻ ബ്രേക്ക് ചെയ്യണം. അതിന് ഞാൻ എടുക്കുന്ന ഉപാധി ഒരു പക്ഷേ ഇതിൻ്റെ പാത്വേയിലായിരിക്കും, സൈബർ പാത്വേയിലായിരിക്കും. അത് അവിടെ ആയിക്കൊള്ളുന്നില്ല, ഇവിടെ ആയിക്കൊള്ളുന്നില്ല. പറഞ്ഞു മനസ്സിലായേ? ഇനി അടുത്ത പ്രശ്നം, ഏതാണ് തൊണ്ടി? ഞാൻ അവിടുന്ന് എടുത്ത ഡേറ്റയാണോ, അത് ഇവിടെ ഞാൻ അതിനു വേണ്ടി ഉപയോഗിച്ച കമ്പ്യൂട്ടറാണ്? എനിക്ക് ഈ മൊബൈൽ വെച്ചത് ചെയ്യാം, ഈ പറഞ്ഞ പണി. ഞാൻ അതിനുപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്ന് ധരിപ്പിച്ച്, നമ്മളങ്ങനെയുള്ള പൈസ കൊടുക്കേണ്ടത്, ഇല്ലാത്ത പൈസ കൊടുത്തു എന്ന് ധരിപ്പിക്കാൻ ഉപയോഗിച്ച ഉപാധിയാണോ? ഞാൻ ഇതിനു വേണ്ടി ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്, ഈ VPN ഒരെണ്ണം ഉപയോഗിച്ചെന്ന് വെച്ചോ, ആ VPN ഞാൻ എവിടെ നിന്ന് എടുത്തു എന്നുള്ള ആ സെർവറാണോ? ഏതാണ് ഇതിൻ്റെ സീൻ ഓഫ് ക്രൈം? പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ പക്ഷെ നമ്മളെ കുട്ടമ്പിള്ള ഹെഡ് കോൺസ്റ്റബിൾ ചെന്നിട്ട് ഇനി മാസ്റ്റർ എഴുതാൻ പോവാണ്. സീൻ മാസ്റ്റർ എവിടെ ഇരുന്ന് എഴുതും? ഇതാണോ സീൻ? ഓക്സ്ഫോർഡ് ലൈബ്രറി ആണോ സീൻ? കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് അല്ലേ? നമ്മൾ ഉപയോഗിച്ചിരുന്ന കൺവെൻഷണൽ രീതി അനുസരിച്ച് ഇത് വ്യത്യസ്തമായതുകൊണ്ട് ഇത് ചെയ്യേണ്ട രീതി പഠിക്കാത്തടത്തോളം ഇത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? എന്നാൽ സൈബർ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ മറ്റേ ഈ ഫ്രൂട്ട് നിഞ്ച എന്ന് പറഞ്ഞ കളി കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടില്ലേ? എത്ര ഫ്രൂട്ട്സ് അരിഞ്ഞ് തള്ളുന്നത് അല്ലേ? തണ്ണിമത്തങ്ങ, തേങ്ങ, പഴം, ആപ്പിള്, മുന്തിരിങ്ങ എല്ലാം അരിഞ്ഞ് തള്ളുന്നുണ്ട്. ഇത്രയും അരിഞ്ഞ് തള്ളുന്ന സാധനങ്ങൾ പോയി കിടന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടർ നാറി വൃത്തികേടാവണ്ടേ 2 ദിവസം കഴിയുമ്പോൾ? വേണ്ടേ? നമ്മൾ ഈ സ്നൈപ്പർ എന്ന് പറഞ്ഞ കളി കളിക്കുമ്പോൾ എത്ര പേരെ വെടിവെച്ചുല്ലുന്നത്? എന്തുകൊണ്ടാണ് അവർ മരിച്ചിട്ട് അവരെ ശരീരങ്ങൾ നശിച്ച് അഴുകി നാറ്റം വരാത്ത കമ്പ്യൂട്ടറിൽ? എക്സാക്ട്ലി. ഇപ്പം റിയൽ ലോകത്ത് ഈ മൈക്രോബിയൽ ഡിസിൻറ്റഗ്രേഷൻ പോസിബിളാണ്. അതുകൊണ്ടാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെയുള്ള തെളിവുകൾ നശിച്ചു പോകുന്നത്, ദൃഷ്ടിഗോചരമല്ലാതായി പോകുന്നത്. അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാം? അവിടെ മൈക്രോബിയൽ ഇൻ്റർഫിയറൻസ് ഇല്ല ആ ലോകത്ത്, സൈബർ ലോകത്ത്. അതുകൊണ്ട് എത്ര കൊല്ലം കഴിഞ്ഞാലും ആ കുറ്റകൃത്യം കണ്ടുപിടിക്കാൻ സാധിക്കും. ഡിജിറ്റൽ എവിഡൻസ് ഇസ് ദേർ ഫോർ എവർ. മനസ്സിലായില്ലേ? അത് തിരിച്ചെടുക്കാനായിട്ടുള്ള ടൂൾസും
റിട്രീവബിലിറ്റിക്കുള്ള വഴികൾ നമുക്ക് അറിയണമെന്ന് മാത്രം. ഉം. അതിന് ചിലപ്പം അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണം വേണ്ടി വരും. ചിലപ്പം ഉം. എന്താ കാര്യം, ഇപ്പോൾ ഫേസ്ബുക്ക് അതിൻ്റെ സെർവർ അതിൻ്റെ ആൾക്കാർ ഇരിക്കുന്നത് US ഉം. നമ്മളിവിടെ നിന്ന് റിക്വസ്റ്റ് കൊടുക്കാനേ പറ്റൂ. ഉം. അവർ കനിയണം. അപ്പോൾ അവർക്ക് മനസ്സിലാവാത്തൊരു ഒരുപാട് കാര്യങ്ങൾക്ക് അവർ കനിയത്തില്ല. ഉം. ഒരു ഉദാഹരണം, ഡൗറി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് അറിയത്തില്ല. ആ. ഇവിടുത്തെ സിസ്റ്റമാണ്. ഇവിടുത്തെ സിസ്റ്റമാണ്. കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള എക്സ്പേർഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭാഷണം അവർക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഉം. കാസ്റ്റ് എന്താണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. ഉം. അവർക്ക് കാസ്റ്റ് ഇല്ല. Yeah. അപ്പം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സെർവറുകൾ പലതും, പക്ഷെ എന്നാൽ അവർക്ക് ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാലോ നർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് മനസ്സിലാവും അവർക്കുള്ള പ്രശ്നങ്ങളാണ്. പൈറസി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ഓ. ആഹാ. കൾച്ചറലി സ്പെസിഫൈ ചെയ്യേണ്ടി വരുന്ന ഒരുപാട് സാധനങ്ങൾ അവർക്ക് മനസ്സിലാവില്ല. ഉം. നമ്മുടെ ഇവിടെ ഒരു ഞാൻ നേരിട്ടിട്ട് അനുഭവിച്ചിട്ടുള്ളൊരു കേസാണ്. ഒരു സ്ത്രീയെ അവമാനിക്കുന്ന ഒരു കമൻ്റ് ഇട്ട ഒരാൾ അത് റിമൂവ് ചെയ്യണം നമ്മൾ ആവശ്യപ്പെടുകയാണ് US ആ. ആ സ്ത്രീ പ്രസവിക്കാത്തവളാണ് എന്ന് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന വാക്ക് അയാൾ തെറിയായിട്ട് എഴുതി വെക്കുകയാണ്. ഉം. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരാൾ അപ്പോൾ നമ്മളതിനുള്ള ഇംഗ്ലീഷ് തർജ്ജമയാണ് അവർക്ക് കൊടുക്കുന്ന റിക്വസ്റ്റ്. ഓ. അപ്പോൾ ഷീ കോൾഡ് ഹർ ഇൻഫെർട്ടൈൽ. ആ. അവർ ചോദിക്കുന്നത് ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. Somebody is infertile, what is the problem? Why should it be removed? Okay. He is well within his rights to call somebody infertile. എന്ന് പറയുന്ന തലത്തിലേക്കാണ് ഇതൊക്കെയാണ്. പക്ഷെ സൈബർ ക്രൈം ആഗോള തലത്തിൽ ഏക നിയമം വരുന്ന കാലത്ത് ഉം. എല്ലാ സൈബർ ക്രൈമും തെളിയിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ പ്രോട്ടോകോൾ അല്ല, സൈബർ പ്രോട്ടോകോൾ അല്ല ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ഉം. ഇന്ത്യയിലെ സൈബർ നിയമങ്ങളല്ല US ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒബ്സീരിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ല US ഒബ്സീരിറ്റി സ്റ്റാൻഡേർഡ്സ്. ഇന്ത്യയിലെ US ഒബ്സീരിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ല സൗദി അറേബ്യയിലെ ഒബ്സീരിറ്റി സ്റ്റാൻഡേർഡ്സ്. ഉം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഉം. അപ്പം ഇങ്ങനെ ഒരു ഏകീകൃത പ്രോട്ടോകോൾ ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ സൈബർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അല്ലാതെ അതിന് കോംപ്ലിക്കേഷൻ കുറവാണ് സത്യം പറഞ്ഞാൽ. അതാണ് എൻ്റെ. Yes. പിന്നെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. കോൺസ്റ്റന്റ് അപ്ഡേഷൻ വേണം. ഞങ്ങൾ മറ്റേ നോർമൽ ക്രൈം കൺവെൻഷണൽ ക്രൈമിലൊക്കെ ഞങ്ങൾ പണ്ട് പിടിച്ച CRPC IPC കൂടി ഞങ്ങൾ കൊല്ലങ്ങളോളം ഇരിക്കും, ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. ഇവിടെ അങ്ങനെയല്ല. ഒരു ദിവസം മാറുമ്പോൾ ടെക്നോളജി ചേഞ്ചസ്. അത് ഭയങ്കര ഡ്രാസ്റ്റിക്കാണ്. മനുഷ്യൻ്റെ തലച്ചോറ് യുഗങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തത് കേവലം 32 കൊല്ലം കൊണ്ടാണ് സൈബർ ലോകത്ത് സാധിച്ചിരിക്കുന്നത്, കമ്പ്യൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ. പിന്നെ 2 കാര്യങ്ങൾ ഈ കമ്പ്യൂട്ടർ ലോകത്ത് ഇല്ല. ഒന്ന് ഉറക്കം, 2 ബോറടി. ഇത് 2 മനുഷ്യന് മാത്രമുള്ള കാര്യങ്ങളാണ്. ഇത് 2 ഇല്ലാത്തത് കൊണ്ട് അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേഗത്തിലായിരിക്കും. ഇപ്പം AI കൂടെ വന്നപ്പോൾ അപ്പോൾ ആ സ്പീഡിന് നമ്മൾ മാച്ചപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പഠനം അതേ ത്വരിത വേഗത്തിൽ തന്നെ ആയിരിക്കണം. ഇത് രണ്ടുമാണ് സൈബർ ലോകത്തെ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ. യു കാൺട്ട് റെസ്റ്റ്. വെറുതെ ഇരിക്കാൻ സമയമില്ല. ഇന്ന് നമ്മൾ ഒരെണ്ണം പഠിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് സൈബർ ഇൻവെസ്റ്റിഗേഷൻ ടൂൾ നമ്മൾ കണ്ടുപിടിച്ചു, നല്ല വഴി കണ്ടുപിടിച്ചു, എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ മിടുക്കന്മാരായിരിക്കുമ്പം നാളത്തെ സൈബർ ക്രിമിനൽ ഇതിനപ്പുറത്തേക്കാണ് പോകാൻ പോകുന്നത്. 1. 2, ഇനി ആരെയും കൊല്ലാനായിട്ട് നിങ്ങൾക്ക് കത്തിയെടുത്ത് കുത്തി കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. സൈബർ മേഡേഴ്സ് പോസിബിളാണിപ്പോൾ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഈ വീട്ടിൽ തന്നെ നമ്മളിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സൈബർ ലോകത്താലും ഇൻ്റർനെറ്റാലും നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സെൻസേഴ്സ്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, കാറിൽ നമ്മൾ വളരെ സന്തോഷകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ വാഹനങ്ങളുടെയും ഉള്ളിൽ നിങ്ങൾക്ക് കാറിൻ്റെ ടയറിനകത്ത് എയർ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബ്രേക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംവിധാനം. അപ്പോൾ വളരെ മെച്ചമെന്നാണ് നമ്മൾ കരുതിയേക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാത്തൊരു കുഴപ്പം എന്താണെന്നറിയോ? ഈ കാർ അപകടപ്പെടുത്താനായിട്ട് ആ കാറിൻ്റെ മാനുഫാക്ചറുടെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്ത് ഞാൻ കയറി എനിക്ക് ചെയ്യാൻ പറ്റും. കാറിൻ്റെ ബ്രേക്ക് ജാം ചെയ്യാനായിട്ട് എനിക്ക് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്താൽ മതി.
പിന്നെ 2030 ആകുമ്പോഴത്തേക്കും ഡ്രൈവർലെസ് കാർസ് വരുമെന്നാണ് പറയപ്പെടുന്നത്. വലിയ അപകടമാണത്. ഡ്രൈവർലെസ് കാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പക്ഷെ അപകടം ഉണ്ടാവില്ല, പിന്നെ മേർഡർ മാത്രമേ ഉണ്ടാവുള്ളൂ. 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അപകടം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എല്ലാ കാറുകളും നിശ്ചിത സ്പീഡിൽ നിശ്ചിത രീതിയിൽ പോകാൻ ഇടമുള്ള പാടത്തോടി കൃത്യമായി തന്നെ എവിടുന്നോ ഒരു കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിതമായി മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ പോയി ഇടിക്കുന്നൊരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ അഥവാ ഇടിക്കുകയാണെങ്കിൽ എന്താണ്, ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റാണ്, എന്തിനോ ഉള്ള. ഇങ്ങനെയുള്ള ഒരു മാറ്റം ഈ ടെക്നോളജി ലോകത്ത് വരുന്നത് നമ്മൾ വളരെ സാഹൂതം വീക്ഷിക്കുകയും അതിനനുസരിച്ച് നമ്മൾ വളർന്ന് വലുതാവുകയും വേണം. അങ്ങനെ സൈബർ ലോകത്ത് വളർന്ന് വലുതാവുകയും വേണം. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളെല്ലാം തന്നെ ഒരു ബഹുഭൂരിപക്ഷം കേസുകളും ക്ലോസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ക്ലോസ് ചെയ്യുന്നുണ്ട്, ഐ മീൻ ക്ലോസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. കുറ്റവാളിയെ കണ്ടുപിടിച്ച് അതാണ്, കുറ്റവാളിയെ കണ്ടുപിടിക്കാനും പറ്റുന്നുണ്ട്. പലപ്പോഴും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ പണം നഷ്ടപ്പെട്ടു പോകുന്ന കേസുകളുണ്ട്. ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുന്നത്. അതെ അതെ അതെ, അതിൽ പൂർണ്ണമായും പണം തിരിച്ചെടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. കാരണം വെച്ചാൽ ഈ പണം എടുത്ത് അവർ ചിലവാക്കി പല വഴിക്ക് പോയി കാണും. റിക്കവറി ഒന്നും ചിലപ്പോൾ പൂർണ്ണമായും നടന്നെന്ന് വരില്ല. എന്നാലും നമ്മൾ ഇതര സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റിക്കവറി റേറ്റ് വളരെ കൂടുതലാണ് കേരളത്തിൻ്റെ. പിന്നെ എന്താ പറയുക, ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സംവിധാനം നമുക്ക് എത്ര നല്ല സുഖതവും സൗകര്യപ്രദവുമാണോ അത്രയും തന്നെ ചതിക്കുഴികൾ അവയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആൾക്കാർ അതിൽ വ്യാപരിക്കാനും. നമ്മളെപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത് വെച്ചാൽ, നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ കയറാൻ പോകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിൽ രേഖപ്പെടുത്തുക. പറ്റുമെങ്കിൽ ഇത് എഴുതി വയ്ക്കുക. കുട്ടികളാണെങ്കിൽ എഴുതി വെക്കാൻ പറയുക, രജിസ്റ്റർ സൂക്ഷിക്കുക. ഞാൻ എന്തിനാണ് ഇപ്പം എൻ്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നത്, നമ്മൾ തന്നെത്താൻ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ഒരു പേന മേടിക്കണം. അതുകൊണ്ട് ഞാൻ ആമസോണിൽ പോയി ഒരു പേന മേടിക്കാൻ പോവുകയാണ്. എഴുതി വെച്ച് രേഖപ്പെടുത്തി. പറ്റുമെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും ഒന്ന് കാണിക്കുക. എന്നതിന് ശേഷം ഞാൻ ഇൻ്റർനെറ്റിൽ എൻ്റെ സിസ്റ്റം വഴി ഞാൻ പ്രവേശിച്ചിട്ട് നേരെ ആമസോണിൻ്റെ സൈറ്റിൽ പോകുന്നു. അല്ലെങ്കിൽ അവിടെ കിട്ടാത്തൊരു പേനാണെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിൽ പോകുന്നു, പേന മേടിക്കുന്നു, എക്സിറ്റ് ചെയ്യുന്നു. നമ്മൾ ഒരിക്കലും ചെയ്യാത്തൊരു പണിയായത്. അതെ 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 അതെ, അവിടെ വരുന്ന എല്ലാ കുക്കീസിനെ അന്വേഷിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ പിന്നെ FB മെസ്സഞ്ചർ ഒന്ന് നോക്കിയേക്കാം. മനസ്സിലായി, എന്തെങ്കിലും ആരെങ്കിലും അയച്ചിട്ടുണ്ടോ, വല്ല പുതിയ ഫ്രണ്ട് റിക്വസ്റ്റ് ഉണ്ടോ, ആരെങ്കിലും എന്നെ ടാഗ് ചെയ്തോ, എൻ്റെ കഴിഞ്ഞ പോസ്റ്റിന് എന്തായി, എത്ര ലൈക്ക് വന്നു, ഷെയർ എത്ര പോയി. ഇങ്ങനെ പോകുന്ന പോക്കാണ് അപകടം. പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ പോകണം തീരുമാനിച്ചു, FBയിൽ പോയി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി എനിക്കൊരെണ്ണം പോസ്റ്റ് ചെയ്യണം തീരുമാനിച്ചു. പോസ്റ്റ് ചെയ്യുക, ഇറങ്ങുക. ഞാൻ പറഞ്ഞ മനസ്സിലായി. അങ്ങനെ വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ച് മാത്രം ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിനാണ് സൈബർ ഡിസിപ്ലിൻ എന്ന് പറയുക. ആ സൈബർ ഡിസിപ്ലിൻ കൃത്യമായി അവലംബിക്കുന്നവർക്ക് സൈബർ ലോകത്ത് പറ്റാവുന്ന ചതികളുടെ എണ്ണം ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ അതുകൊണ്ട് ആ സൈബർ ലോകത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം, എങ്ങനെയാണ് അപരിഗ്രഹം എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, എൻ്റേതല്ലാത്തൊന്നും എനിക്ക് വേണ്ട. എൻ്റേത് എന്തൊക്കെയാണെന്ന് ആദ്യം നിർവചിക്കാം. ഈ നാട്ടിൽ നിയമപരമായി അനുവദിച്ചിട്ടുള്ള കുറേ സംവിധാനങ്ങളുണ്ട്. സാമ്പത്തികമാണെങ്കിൽ RBIയുടെ കുറേ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ കുറേ പരസ്യങ്ങൾ വരുന്നത് സതർക്രഹോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം വരുന്നുണ്ട്. അതിനകത്ത് അവർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്, ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് നിങ്ങൾക്ക് ബാങ്കിങ് ഇടപാടുകൾ നടത്താൻ പറ്റുന്നത്, ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് പണം കടമെടുക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് നമ്മൾ ഇൻ്റർനെറ്റ് ലോകത്ത് ഒരു വാട്സാപ്പ് മെസ്സേജ് വരുന്നത്, ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെ ഞങ്ങൾ ലോൺ തരും. മനസ്സിലായില്ലേ? അങ്ങനെ ലോകത്ത് സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ തരാനായിട്ടുള്ളൊരു സംവിധാനം ഇന്ത്യയിൽ നിലവിലില്ല എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ ഉണ്ടാവണം. ഉണ്ടെങ്കിൽ ഇത് എൻ്റെതല്ല എന്ന് തിരിച്ചറിയണം. അതെനിക്ക് വേണ്ട. ചിലപ്പോൾ പറയും നിങ്ങൾക്ക് 30% പലിശ കിട്ടും. ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്ത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിന് സെബി എന്ന് പറയുന്ന ഏജൻസി ഉണ്ട്. അവരാൽ അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്ന് പരിശോധിച്ചിട്ട് മാത്രം. ഇപ്പം നിങ്ങൾ ഈ സെബിയുടെ ഒക്കെ പരസ്യം, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരുപാട് പരസ്യങ്ങൾ, നമ്മൾ ഒരുപാട് ക്രിക്കറ്റ് താരങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് സഹി ഹേ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാ, ഇതിന് അതിൻ്റെ അടിയിലൊരു എഴുത്ത് കാണും നിങ്ങളപ്പോൾ
സബ്ജക്റ്റ് മാർക്കറ്റ് റിസ്ക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതെ. ഇതാണ് നിയമപരമായിട്ട് സർക്കാർ നമ്മളോട് പറയുന്നത്. ഇങ്ങനെ സർക്കാർ പറയുന്ന കാര്യങ്ങളും RBI പറയുന്ന ചട്ടങ്ങളും അനുസരിച്ചുള്ളതല്ലാത്ത ഏത് പണവും എനിക്ക് വേണ്ട. കിട്ടുന്നവനെടുത്തോട്ടെ, ആ മിടുക്കനായിക്കോട്ടെ. ആ മിടുക്ക് കണ്ട് സഹിച്ച് സഹിഷ്ണുതയോടുകൂടി ഇരുന്ന് അവൻ കഴിവുള്ളവനായതുകൊണ്ടോ കള്ളനായതുകൊണ്ടോ ആണ് ആയത് എന്ന് കരുതി നമുക്ക് നമ്മുടേത് മാത്രം മതി എന്ന് പറയുന്നതിനാണ് ഞാൻ അപരിഗ്രഹം എന്ന് പറഞ്ഞത്. ആ അപരിഗ്രഹത്തിൻ്റെ പ്രിൻസിപ്പിൾ നിന്ന് നമ്മൾ ഒരിക്കലും ഇൻ്റർനെറ്റിൻ്റെ ലോകത്തുനിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ പറ്റുമെങ്കിൽ ഞാൻ പറയാം എല്ലാം എഴുതി വെക്കുക, എന്തിന് കയറുന്നു. ഇപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ മേഘയ്ക്ക് ചിരി വരുന്നുണ്ട്. കാരണം നമുക്കറിയാം നമ്മളതല്ല ചെയ്യുന്നത്. നമ്മളിങ്ങനെ വെറുതെ ബ്രൗസിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ബ്രൗസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പണ്ട് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പറയില്ലേ, ആ ചുമ്മാ വായി നോക്കി നടക്കുക എന്ന് പറയില്ലേ, വെറുതെ തണ്ടാൻ പോയിരിക്കുക, അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി തിരിച്ച് എപ്പോഴെങ്കിലുമൊക്കെ കയറി വരും എന്നൊക്കെ നമ്മൾ ഈ കാരണവന്മാർ പണ്ട് ചെറുപ്പക്കാരെ കുറിച്ച് പറയുന്ന കുറേ അപഹസിക്കുന്നതും പരിഹസിക്കുന്നതുമായിട്ടുള്ള ചില വാചകങ്ങളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു ആവശ്യമില്ല, നിങ്ങൾക്കൊരു കാര്യമില്ല, അതെന്താ ഇതെന്താ മറ്റേതെന്താ, ഇങ്ങനെയുള്ളൊരു കൗതുകം, ക്യൂരിയോസിറ്റി കിൽസ് ദ കാറ്റ് എന്നാണ്. ഞാൻ അവിടെ ഓരോന്നും ചെന്ന് കാണുന്നതിനൊക്കെ ഞെക്കി വെക്കുക, വല്ല കാര്യമുണ്ടോ? ഇത് പാടില്ല.